20 ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭരതനാട്യ കച്ചേരി നാളെ വൈകിട്ട് 7 PM നടക്കുന്നതാണ്. കൂടാതെ നമ്മുടെ നാട്ടിലെല്ലാ ഒരുപാട് വിദ്യാർത്ഥികളെ നിർത്താൻ ഉദ്ദേശിക്കുന്നതാണ് ശാലിനി. ശാലിനിയുടെ കരിയറിൽ ഇങ്ങനെ ഒരു വലിയൊരു സംഭവം നടക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിലായിരുന്നു. വളരെയധികം സന്തോഷം. ദേവരേക്ക് ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. ഇവരെ കൂടാതെ ഒട്ടേറെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ കൂടി പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. ഒട്ടേറെ നാട്ടുകാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും സമർപ്പണത്തോടുകൂടി ഇതൊരു വലിയൊരു സംഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ശാലിനിക്ക് എല്ലാവിധ ആശംസകളും. കൂടാതെ ശാലിനിക്കൊരു അവസരം നൽകിയ ശാലിനിയെ പ്രചോദിക്കുന്ന ശാലിനിയുടെ വീട്ടന്മാർക്കും സംഗീത അണിയറ പ്രവർത്തകർക്കും എല്ലാ ഭാവങ്ങളും ആശംസകളും. നമസ്കാരം. ഏതൊരു പ്രൊഫഷണൽ നർത്തകൻ്റെയും നർത്തകിയുടെയും ജീവിതത്തിൽ വളരെ അതുല്യമായ നിമിഷമായിരിക്കും ഒരു സോളോ കച്ചേരി ചെയ്യുക എന്നുള്ളത്. അത് എൻ്റെ പ്രിയ ശിഷ്യ അതിനുവേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. അത് പ്രത്യേകിച്ചും കൈപ്പറമ്പുകാവ് ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ചുള്ള ആ ചടങ്ങിൽ അങ്ങനെ ഒരു വേദി കിട്ടിയത് തീർച്ചയായിട്ടും വളരെയധികം ധന്യമുഹൂർത്തമായിട്ട് തന്നെ ഞങ്ങളതിനെ കാണുന്നു. അപ്പം വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ചും ഞാൻ കോട്ടയത്ത് അങ്ങനെ ഒരു വിദ്യാലയം നടത്തുന്ന പ്രൊഫഷണൽ ഡാൻസ് ടീച്ചേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അവിടുന്ന് ഉള്ള ആദ്യത്തെ ഒരു ശിഷ്യയാണ് ഇങ്ങനെ ഒരു കച്ചേരിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. അപ്പം എല്ലാവരും വന്ന് സഹകരിക്കുക, ചടങ്ങ് മംഗളമാക്കുക. എല്ലാവരുടെയും അനുഗ്രഹാശിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി. സ്ഥാപനം 16 വർഷമായി കുറ്റേക്കരയിൽ നടത്തി വരുന്നു. എൻ്റെ പ്രാക്ടീസ് കൈപ്പറമ്പും കൈപ്പറമ്പുകാവ് തന്നെ നടത്തി വരുന്നു. 1 വർഷമായിട്ട് വരകേറ്റു ലക്ഷ്മി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് അഭ്യസിക്കുന്നുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവർക്ക് ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു നർത്തകി ആവാനുണ്ട് എനിക്കില്ല. ആദ്യത്തെ ചുവടുപ്പാണ് എനിക്ക് നാളെ. അത് ഞാൻ എന്താ പറയുക, വളരെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മത്സരരംഗത്തേക്ക് വേണ്ടി മാത്രം ഒരു കലാരൂപത്തിനെ കാണാതെ ഒരുപാട് കുട്ടികൾക്ക് അതൊരു പ്രചോദനമാകട്ടെ. ശാലിനിയെ പോലുള്ളൊരു ടീച്ചറിൽ നിന്നും അങ്ങനെയുള്ള ഒരു ഇൻസ്പിറേഷൻ കുട്ടികൾക്ക് വന്നെത്തട്ടെ എന്നുള്ള ഒരു ആഗ്രഹവും ഞങ്ങൾക്കുണ്ട്. അത് ഈ ഒരു ചടങ്ങിലൂടെ പലർക്കും അതൊരു മാതൃകയായി മാറട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു.